ഹലോ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റവ കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്പമാട്ടോ. ഞാനിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം വിചാരിച്ച ഭയങ്കര കട്ടിയായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അപ്പമാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്ന് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി അവരുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറക്കാത്തതാണെങ്കിലും എടുക്കാം, അവനവൻ്റെ ഇഷ്ടം പോലെ. ഞാൻ ഏതായാലും വറുത്ത റവ എടുത്തു. ഇതുപോലെ അരിപ്പയ്ക്കകത്ത് വെച്ച് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. അതിനകത്ത് കുറച്ച് പൊടിയോ എന്തെങ്കിലും കട്ടയോ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. അതിനുവേണ്ടി ഞാൻ അരിപ്പയ്ക്കകത്ത് നല്ലവണ്ണം അരിച്ച് എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്ത് നല്ലോണം ഇത് പൊടിച്ചെടുക്കണം. കാരണം റവ ആയതുകൊണ്ട് അതിനകത്ത് കുറച്ച് തരിയൊക്കെ കാണും. ആ തരി ഉപയോഗിച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കിയാൽ അത് ശരിയാകത്തില്ല, സോഫ്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ട് നല്ലോണം നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതാ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പം ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഞാനിതിങ്ങനെ പകർന്നു മാറ്റുന്നു. ഇതാ കണ്ടില്ല, നല്ല അരിപ്പൊടി പോലെ നല്ല നൈസായിട്ടുള്ള പൊടിയാണ്. അപ്പോൾ തന്നെ ഞാൻ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എന്ന അളവിൽ മൈദ ചേർക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ആണെങ്കിലും ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നു. കുറച്ച് പാകത്തിന് ഉപ്പും ചേർക്കുന്നു. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർക്കുന്നു. ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1.5 കപ്പ് അളവിൽ ചെറു ചൂടുവെള്ളം, അതായത് ഒത്തിരി അങ്ങോട്ട് ചൂടാകുന്നതും വേണ്ട എന്നാൽ തണുത്തതും വേണ്ട, ചെറു ചൂട് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല സോഫ്റ്റാട്ടോ ഈ അപ്പം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഉണ്ടാക്കണം തോന്നും. എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അത് വലിയ താല്പര്യമായി പിന്നെ ഉണ്ടാക്കുന്നതിനോട്. ഇപ്പോൾ നമ്മൾ 1.5 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് നല്ലവണ്ണം ഇളക്കിയിരിക്കുകയാണ്. നല്ലവണ്ണം ഇളക്കി പാകത്തിന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തതിന് വയ്ക്കാം. ഒന്ന് പുളിച്ച് പേസ്റ്റൊക്കെ ചേർത്തല്ലേ, അപ്പോൾ നല്ലോണം ഒന്ന് പുളിച്ച് വരണം. അതിന് വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കി ഒരു പാകത്തിനായതിന് ശേഷം നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം അതിനകത്ത് ചേർക്കാം. ഞാനത് പറയാൻ മറന്നുപോയി. 1/2 ടീസ്പൂൺ ജീരകം പയ്യെ ഒന്ന് ചതച്ചാണ് അത് ഇതിനകത്തോട് ചേർത്ത് നല്ലോണം ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇപ്പം മാവ് നല്ലോണം പുളിച്ച് നല്ല പാകത്തിന് ആയിരിക്കുകയാണ്. നമുക്കിത് അപ്പം ഉണ്ടാക്കുന്ന ഒരു കല്ലിനകത്ത് വെച്ച് നമുക്കിത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ ഞാനൊരു ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അത് പാകത്തിന് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഗ്രീസ് ചെയ്യണം. ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു തവി എന്ന അളവിൽ മാവ് കോരി ഒഴിച്ച് അപ്പത്തിൻ്റെ പാകത്തിന് നല്ല ചുറ്റിച്ച് എടുക്കണം. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ സാധാരണ അപ്പത്തിന് വന്ന പോലെ തന്നെ അതിനകത്ത് ധാരാളം ഹോൾസ് എല്ലാം വന്നത് കണ്ടില്ലേ. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് നല്ലവണ്ണം പാകത്തിന് അപ്പം ചുട്ടെടുക്കുക. കണ്ടില്ലേ, അടിപൊളി അപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കണം. ഞാൻ എടുക്കുന്നത് ഒരു തക്കാളിയുടെ ചട്നി ആട്ടോ. തക്കാളി ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇടത്തരം 2 തക്കാളിയാണ്. അത് നല്ല കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. പിന്നെ ഒരു ചെറിയ സവാള എടുത്തു, അത് നല്ലോണം കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ അളവിൽ ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഇത്രയും കൂടി എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലവണ്ണം അരച്ചെടുക്കണം. ഞാൻ പറയാൻ മറന്നുപോയി, കുറച്ചൊരു പിഞ്ച് അളവിന് പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. അത്രയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം വെള്ളം ചേർക്കാതെ ഇത് നമുക്ക് അരച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് ഈ അരപ്പ് താളിക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ആട്ടോ ഉണ്ടാക്കുന്നത് അതിനകത്ത് ഒഴിക്കാൻ നല്ലത്. അപ്പോൾ കുറച്ചൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നു. എന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കടുക് പൊട്ടുമ്പോൾ ദേഹത്തൊന്നും വീഴാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഞാൻ 2-3 വറ്റൽമുളക് അതിനകത്തേക്ക് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇട്ടു. ഒപ്പം തന്നെ ഒരു 2 തണ്ട് അളവിൽ കറിവേപ്പിലയും കൂടെ അതിനകത്തോട് ചേർത്ത് ഇത് 3ഉം കൂടെ പയ്യെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തക്കാളിയുടെ ആ കൂട്ടുണ്ടല്ലോ അത് അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ തക്കാളിയുടെയും സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയിലേക്ക് ആ കുത്തലൊന്ന് പോകുന്നതിന് വേണ്ടി എണ്ണയ്ക്കകത്ത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക. അപ്പത്തിനോടത്ത് കഴിക്കാൻ ഈ കറി നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഏതായാലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് അതിനകത്തേക്ക് നല്ലവണ്ണം ഇളക്കി പാകത്തിനെല്ലാം വന്നു കഴിയുമ്പം അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ചട്നി ആയതുകൊണ്ട് ഇച്ചിരി കൂടെ വെള്ളം നീട്ടിയെടുക്കുന്നതിന് വേണ്ടി നല്ലവണ്ണം വെള്ളം നീട്ടി ഇളക്കി യോജിപ്പിച്ച് നല്ലവണ്ണം എടുക്കുക. വെള്ളം പാകമായില്ലെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ. അതല്ല കുറുകി വരുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും മതി, വെള്ളം ചേർക്കണ്ട. ഇച്ചിരി വെള്ളം നീട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ലവണ്ണം പാകത്തിന് ഇളക്കി നല്ല തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊരു വേറെ പാത്രമായിട്ട് നമുക്കിത് പകർന്ന് മാറ്റി വെക്കാം. ഇതേ കണ്ടില്ലേ, വേറൊരു പാത്രത്തിലോട്ട് ഞാനിത് പകർന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അടിപൊളി അപ്പവും കറിയും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരേക്കും ഓക്കെ, ബൈ.